വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിവസമാണ്. ഈ കാലത്ത് ഫ്രാൻസിസ് അസീസി നമ്മളെ പഠിപ്പിക്കുന്ന 5 മേഖലകൾ. ഒന്നാമത്തത് എളിമ പഠിക്കാൻ ഫ്രാൻസിസ് അസീസി നമ്മളെ സഹായിക്കും. ഒരു പ്രഭുകുമാരനായിട്ട് അയാൾ താന്ന ഒരു താഴ്ചയുണ്ടല്ലോ. എല്ലാം ഉണ്ടായിരുന്നിട്ടും തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യ രൂപം ധരിച്ച് കർത്താവ് താഴേക്ക് ഇറങ്ങി വന്നതുപോലെ ഒരു എളിമയുടെ പാഠം നമ്മൾ ഈ കാലത്ത് പഠിക്കാനും ജീവിക്കാനും പുണ്യവാളൻ നമ്മളെ സഹായിക്കും. 2, പോവർട്ടി, ദാരിദ്ര്യം. എല്ലാം ഉണ്ട്, ഉള്ളതൊക്കെ എല്ലാവർക്കും. മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ മടിയില്ല. ഒരു ആത്മാവിൽ ദാരിദ്ര്യം ജീവിക്കാം. 3, ആനന്ദം. ശരിക്കും ഈ ഫ്രാൻസിസ് അസീസി ആനന്ദത്തിന്റെ പാട്ടുകാരനായിരുന്നു. ആൾക്കെല്ലാം സന്തോഷമാണ്. തന്നെ പുൽകാൻ വന്ന മരണത്തെ പോലും സഹോദര എന്നാണ് അസീസി വിളിക്കുന്നത്. എല്ലാം ആനന്ദത്തിന്റെ പാട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. 4, പീസ്. അത് സാധ്യമാകുന്ന അനുരഞ്ജനത്തിലൂടെയാണ് പ്രിയമുള്ളവരെ. ഫസ്റ്റ്, റീകൺസൈൽ വിത്ത് യുവർസെൽഫ്. നിന്നോട് തന്നെ നീ ഒന്ന് അനുരഞ്ജനപ്പെടുകയും നിന്നിൽ തന്നെ ഒന്ന് സമാധാനം കണ്ടെത്തുകയും ചെയ്യുക. ഒത്തിരി സമാധാനക്കേടിന്റെ ഇടങ്ങളായിട്ട് കുടുംബങ്ങൾ മാറുന്നൊരു കാലത്ത് സമാധാനമുണ്ടാകാൻ അസീസിയുടെ മാധ്യസ്ഥ്യം തേടാം. 5 കാര്യം, പരിസ്ഥിതിയോടൊരു ആഭിമുഖ്യം. ലൗദാത്തോ സി എന്ന എഴുത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. അസീസി ലോകത്തെ പഠിപ്പിച്ചു നന്നായിട്ട്. നേച്ചർ ഈസ് നോട്ട് ആൻ ഒബ്ജക്ട് ടു ബി എക്സ്പ്ലോയിറ്റഡ്. അതായത് നമുക്ക് ചൂഷണം ചെയ്യാനുള്ള വസ്തു അല്ല പ്രകൃതി. നോട്ട് ആൻ ഒബ്ജക്ട് ടു ബി എക്സ്പ്ലോയിറ്റഡ് ബട്ട് എ ഗിഫ്റ്റ് ടു ബി ചെറിഷ്ഡ്. നമ്മൾ അതിനെ ഇങ്ങനെ വളർത്തിയെടുക്കേണ്ട നമുക്ക് നൽകപ്പെട്ടൊരു ദാനമാണ് നമുക്ക് പ്രകൃതി എന്ന് മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഈ ചിന്തകളോടുകൂടി ഫ്രാൻസിസ് അസീസിയുടെ ഈ വലിയ പുണ്യവാളന്റെ തിരുനാള് നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, കർത്താവേ, അസീസിയിൽ എന്ന പോലെ നിന്റെ മുദ്ര എന്നിൽ ചാർത്തണമേ.